സംസ്ഥാനം ഇലക്ഷൻ ചൂടിലാണ്. ഇന്ന് നേമം നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജ ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിനായുള്ള ഒരുക്കങ്ങളുടെ ഒരു കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. നേമത്തെ താമര വിരിയും തന്നെയാണ് പറയുന്നത്. താമര 100% വിരിയും, 100 അല്ല 110% വിരിയും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്, വിരിയും. 100% നമുക്ക് വിശ്വസിക്കാം. ഇത്രയും കാലം മുരടിച്ചിരുന്ന വികസനം നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നുള്ളത്. താമര വിരിയണം, താമര വിരിഞ്ഞു. ഞങ്ങൾ താമര വിരിഞ്ഞു 100-110%. അത് മക്കൾ പേടിക്കണ്ട, നിങ്ങൾ അത് നോക്കിക്കോ. അധികാരത്തിൽ വരുമെന്ന് എന്നാണ് അത്രയും ഉറപ്പോട് പറയാൻ കാരണം? ഇത്രയും ഉറപ്പോട് അവർ പറയുന്ന വികസനം കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്ന പാഴ്വാക്ക് പോലെയല്ല, ഇവർ പറയുന്ന എന്ത് വികസനം ചെയ്യുമെന്ന് പറയുന്ന ആ വികസനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരും. കോർപ്പറേഷനിൽ ഇപ്പം അവർ പറയുന്ന വികസനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. റോഡായിരുന്നാലും വേസ്റ്റേജ് എടുക്കുന്നതായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും അവർ പറയുന്ന വികസനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വന്നാലും അത് തന്നെയാണ് ചെയ്യും.